ഈ കൂലി മൂവി ഇറങ്ങിയ ശേഷമേ എന്റെ യൂട്യൂബ് ഫീഡില് ഇങ്ങനെ രണ്ട് കിഴികള് ചുമ്മാ അങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്, രണ്ട് കിഴികള്. സോ അവരെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് ഷെയർ ചെയ്യാൻ പോണത്. ഞാൻ ഇതിനു മുമ്പ് അവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കൂലി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് ട്രെൻഡിങ് ആയിട്ട് വന്നപ്പോ അവരുടെ വീഡിയോസ് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് എടുത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടാണ്. അപ്പൊ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ജസ്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്തപ്പോ തന്നെ കാര്യം മനസ്സിലായി. ഇവരുടെ സ്ഥിരം പരിപാടി എന്താണെന്നറിയോ? ഒരൊറ്റ കണ്ടന്റ് മതി ഇവർക്ക്. അതായത് ഇവർക്ക് ഒരു മാസം ഓട്ടിക്കൊണ്ട് പോകാൻ ഒരൊറ്റ കണ്ടന്റ് മതി. അതിനെങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിലൊരു കണ്ടന്റാണ് ഇപ്പൊ കൂലി. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഒരു കൂലി എന്നുള്ള ഒറ്റ സിനിമ വെച്ചിട്ട് ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോസിന്റെ നമ്പർ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തോരം വീഡിയോസ് ആണ്. അതായത് റിലീസിന് മുമ്പ് ഇവര് ആ പടത്തിനെ പൊക്കി അടിക്കാണ്. ഇതിന്റെ റിയാക്ഷൻ മുതൽ ഒപ്പീനിയൻ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് പോട്ടെ. റിയാക്ഷൻ എല്ലാവരും ചെയ്യുന്നതാണ്, ഒപ്പീനിയനും എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ മറ്റൊരു, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഷസാം അല്ലെങ്കിൽ കൊക്ക്, ഇവരൊക്കെ ഈ കോക്കൊക്കെ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുക ഇവരുടെ ചാനലിൽ. ഓക്കെ, ഒറിജിനൽ കണ്ടന്റ്, അതായത് വേറെ ട്രെയിലറൊക്കെ ഒഫീഷ്യൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, അതെടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഈ കോക്കൊക്കെ എടുത്തിരിക്കുന്ന വീഡിയോ അത് ഇവന്റെ ചാനലിലിട്ട് ഇവൻ റിയാക്ട് ചെയ്ത് അതിനെ, അതാ പറഞ്ഞത്, ഒറ്റ കണ്ടന്റ് മതി ഇവർക്ക് 100 വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ പറഞ്ഞു വന്നത്, ഈ കൂലി ഇറങ്ങിയപ്പോ തൊട്ട് ഇവരുടെ എന്താ പറയാ, കുറെ കാര്യങ്ങള്, രണ്ട് ഫേസാണ് ഇവർക്കുള്ളത്. അതായത് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ പടത്തിനെ സ്കൈ ലെവലിൽ പൊക്കുക, പൊക്കി വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ എത്തിക്കുക, മീൻസ് ഹൈപ്പ്. അത് ഇവർക്ക് തന്നെ സൈക്കോളജിക്കലി ഇവർ അത്രയും എക്സ്പെക്ട് ചെയ്യും. പടം അങ്ങനെ ആയിരിക്കും ഇവരെന്നെ പറഞ്ഞ് ഇവരെന്നെ ആകും. എന്നിട്ട് എങ്ങാനും ആ പടം ചെറുതായിട്ടൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ താഴ്ത്തും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എന്താ പറയാ, ലോകേഷിനെ അത്രയും ഒരു ബാഡായിട്ട് പുള്ളിക്കാരൻ അത്രയും ഓവർ റേറ്റഡ് ആക്കിയിട്ട് മാറ്റിയത്. സോ അതിനെതിരെ നമ്മുടെ കോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ അത് അങ്ങനെയാണ്, ഇവർക്ക് പടം ഇറങ്ങുന്നതിന് മുമ്പ് അത്രയും പടത്തിനെ കുറിച്ച് പൊക്കി അങ്ങനെയാണ്, ആനയാണ് മാങ്ങയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പടം ഇറങ്ങിയ ശേഷം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിവ്യൂ കൊടുത്തിട്ട് അങ്ങനെ വിട്ടാൽ മതി. ഇവര് ആ ഒരു റിവ്യൂവിന്റെ പേരിൽ അടുത്ത 5 വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തേങ്ങയാണത്? എല്ലാവരും അങ്ങനെയാണ്. അതായത് ഈ മൂവി റിവ്യൂസ്, കോക്കാണെങ്കിലും ഷസാമാണെങ്കിലും ഇപ്പോ റീലോഡ് മീഡിയ, ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ശരി, അവര് ഒരു പടം കണ്ടു റിവ്യൂ ചെയ്തു കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ലേ, ഇവര് ഒരു പടം കണ്ടു, അതിന് പടം ഇറങ്ങുന്ന ആ ഒറ്റ പടം വെച്ചിട്ട് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10 വീഡിയോ, പടം ഇറങ്ങിയ ശേഷം അടുത്ത 10 വീഡിയോ, അതും ഒറ്റ കണ്ടന്റ് വെച്ചിട്ട്. എന്തിട്ട് എനിക്കാണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുള്ളത്. വ്യൂസ് കൂട്ടാനാണോ, റീച്ച് കൂട്ടാനാണോ, നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ, ചുമ്മാ അങ്ങനെ ഊക്ക് ഇറന്ന് വാങ്ങി കൂട്ടണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോക്ക് അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ടിരിക്കുക. എന്താ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് ഉണ്ടപ്പോ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഫീൽ ചെയ്തു. എന്താണെന്നറിയോ, ഇവര് നമ്മളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമാരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇവരുടെ മഞ്ഞുമൽ ബോയ്സിന്റെ റിവ്യൂ ഉണ്ട്. ആ റിവ്യൂല് ഇവന്മാര് ഫുൾ നെഗറ്റീവാ പറയണത്. ആ മഞ്ഞുമൽ ബോയ്സ് എന്ത് പടമാണ്, എന്ത് ഉളപ്പടമാണ്, അതായത് ഭയങ്കര ലാഗാണ്, ഉറക്കം തൂങ്ങണം. അതുപോലെ തന്നെ ഈ സർവൈവൽ ജോണറിൽ പെട്ട സിനിമ ലാസ്റ്റ് എന്തായാലും അവൻ രക്ഷപ്പെടാൻ തന്നെയല്ലേ പോണത്, പിന്നെ ഇതൊക്കെ എന്തൊരു സിനിമയാണെന്നുള്ള ആ രീതിക്ക് ഒരു അതിഞ്ഞ റിവ്യൂ ആണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. മീൻസ് എനിക്ക് അത് കണ്ടപ്പോ ഫീൽ ചെയ്തത്. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഇവർക്കൊക്കെ ഭയങ്കര ഒരു വ്യത്യസ്തമാരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ തുടരും എന്നുള്ളൊരു സിനിമയാണ് നമ്മുടെ മലയാളത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അറിയിച്ച സിനിമ. ഈ പടം വരുന്നതിന് മുമ്പ് മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. കാരണം കേരളത്തിൽ മാത്രമല്ല, റിലീസ് ചെയ്ത എല്ലാ പടയും ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയ ഒരു പടമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. സോ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ആ പടം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാ അങ്ങനെ പറയാൻ തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ ഈ ഒരു വേർഡൊക്കെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഭയങ്കര വ്യത്യസ്തമാരാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. സത്യം പറയട്ടെ, അത് കാണുമ്പല്ലേ ഭയങ്കര ക്രിഞ്ച് അടിക്കണം. എന്താണെന്നറിയോ, രണ്ടുപേരും കൂടെ മല മറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എല്ലാം അറിയണ പോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യണില്ല, അവന്മാർ എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ തോന്നുള്ളൂ. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീഡിയോ ചെയ്തോ. പിന്നെ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ പറയാൻ നീ ആരാളാ? നിന്റെ ഭയങ്കര ചെറിയ ചാനലല്ലേ, നിനക്ക് ഇതൊക്കെ പറയാൻ പറ്റുമോ? നീ പറയാനായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.